ഇറാനിൽ പ്രക്ഷോഭം കടുക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർ കേണൽ മെഹദി റഹ്മിയെ പ്രക്ഷോഭകർ വധിച്ചു. മലിക് ഷാഹിയിൽ ഈ മാസം 3-ാം തീയതി നടന്ന സൈനിക നടപടിക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. നടപടിയിൽ 10 സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടിരുന്നു. 100-ലേറെ പേർ സൈനിക നടപടിയിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് സൂചന. പ്രക്ഷോഭകർക്കെതിരെ ആക്രമണം തുടർന്നാൽ സൈനിക നടപടിയെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, പറയൂ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, 14 ദിവസത്തോളമായി ഇറാനിൽ പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യമാണ്. 100-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. ശക്തമായ പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കേണൽ മെഹദി റഹ്മി ഇന്ന് കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. പ്രക്ഷോഭകർ തന്നെ, അക്രമാസക്തരായ ഒരു പ്രക്ഷോഭകർ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഈ ജനുവരി 3-ന് ഈ പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ച സാഹചര്യത്തിൽ തന്നെ ജനുവരി 3-ന് വലിയ തോതിൽ ഒരു സൈനിക നടപടി സ്വീകരിക്കുകയും 10ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മലിക് ഷാഹിയിലാണ് ആ നടപടി ഉണ്ടായത്. ആ നടപടിക്ക് നേതൃത്വം വഹിച്ചത് മെഹദി റഹ്മിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ സൈനിക നടപടികളിൽ ഏതാണ്ട് ഇറാനിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പൂർണ്ണമായും ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയ ഒരു സാഹചര്യം ഇറാനിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സൈനിക നടപടിയിൽ 10 പേർ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരം തന്നെയായിരിക്കാം ഈ നീക്കമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സംവിധാനങ്ങൾ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള വ്യവസ്ഥകളെ, ഇസ്ലാമിക രാഷ്ട്രം എന്ന വ്യവസ്ഥയെ അതിശക്തമായി എതിർക്കുന്ന പ്രക്ഷോഭകാരികൾ നാണയ വിലയിടിവിനെ തുടർന്നാണ് വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായത് രൂക്ഷമാവുകയും ചെയ്തു. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക വീണ്ടും മുന്നറിയിപ്പ് ആവർത്തിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ സൈനിക നടപടി പ്രക്ഷോഭക്കാർക്കെതിരെ തുടരുകയും മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടത്തുകയുമാണെങ്കിൽ കടുത്ത നടപടി എന്ന മുന്നറിയിപ്പ് ഇറാന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലൊക്കെ അതിശക്തമായ ഒരു സൈനികാക്രമണം നടത്തിയതിനു ശേഷം വീണ്ടും ഇറാൻ തകർന്നടിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഇറാനെതിരെ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത അമേരിക്ക മുൻകൂട്ടി നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് സൈനിക നടപടി ഇറാനിൽ തുടരുന്നത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.